സ്വാതന്ത്ര്യ സമരം. അതിനകത്ത് ജെയിംസ് ഓട്ടിസ് പേരെഴുതണേ. ജെയിംസ് ഓട്ടിസ് എന്നിട്ട് ബ്രാക്കറ്റിൽ മുദ്രാവാക്യം കേട്ടോ. ജെയിംസ് ഓട്ടിസിൻ്റെ മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുന്നത് മുദ്രാവാക്യം. ഇനി അങ്ങനെ മുദ്രാവാക്യം വിളിക്കാനുള്ള കാരണം യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു കുടിയേറ്റത്തിൻ്റെ പ്രധാന ലക്ഷ്യം. 18-ാം നൂറ്റാണ്ടിൻ്റെ അപ്പം 18-ാം നൂറ്റാണ്ട് എന്നും കൂടെ എഴുതി വെച്ചോണം കേട്ടോ. നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. അവ ഭൂപടത്തിൽ കാണാം. കണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ കോളനികളാണ്. തങ്ങളുടെ വ്യവസായങ്ങൾക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കി. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികൾ നടപ്പിലാക്കിയ വാണിജ്യ നയം മർക്കന്റിലിസം. എഴുതിക്കോ. അതവിടെ മുതൽ മാതൃരാജ്യമായ അവിടെ മുതലാ? ഒന്നും വേണ്ട, വെറും മർക്കന്റിലിസം എന്ന് എഴുതിയാൽ മതി. മെർക്കന്റലിസം, അതേപോലെ ഹൈഫണിട്ടിട്ട് നിയമങ്ങൾ, മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ കേട്ടോ. അപ്പോൾ ആദ്യം പറഞ്ഞത് എന്തുവായിരുന്നു? ജെയിംസ് മാട്ടിസ് അല്ലേ? ജെയിംസ് ഓട്ടിസ്. ജെയിംസ് ഓട്ടിസ്. ജെയിംസ് ഓട്ടിസിനൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. എന്തുവാ? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അതെന്തിനാ അങ്ങനെ ഒരു ഇത് പറഞ്ഞേ? 18-ാം നൂറ്റാണ്ടില് യൂറോപ്പിൽ നിന്ന് ജനങ്ങള് അമേരിക്കയിലേക്ക് യൂറോപ്പിലെ ജനങ്ങൾ എന്തെന്നു കുടിയേറാൻ തുടങ്ങി. അവരുടെ ഉദ്ദേശം എന്തുവായിരുന്നു? വിഭവങ്ങൾ കൈയടക്കുക. അത് അവർക്ക് എന്നിട്ട് അവിടെ ചെറിയ ചെറിയ കോളനികൾ സ്ഥാപിക്കുക. എന്നിട്ട് അവിടുത്തെ അധികാരം പതുക്കെ ഇവരുടെ കയ്യിലാക്കുക. ഇവർ പറയുന്ന നിയമങ്ങൾ അവിടെ കൊണ്ടുവരിക അല്ലേ? അതൊക്കെയായിരുന്നു അതിനകത്ത്. അങ്ങനെ ആ ഒരു എന്താണ് വാണിജ്യ നയത്തെ വിളിക്കുന്ന പേരാണ്, അതിനു വേണ്ടിയിട്ട് അവരുണ്ടാക്കിയ വാണിജ്യ നയത്തെ വിളിക്കുന്ന പേരാണെന്തോന്ന്? മെർക്കന്റിലിസം. ആ മെർക്കന്റിലിസത്തിൽ കുറേ നിയമങ്ങൾ പറയുന്നു. ഏകദേശം 5 നിയമങ്ങളുണ്ട്. ബ്രാക്കറ്റ് വേണേൽ 5 എന്ന് കൊടുത്തു. മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ എന്നും പറഞ്ഞ് ബ്രാക്കറ്റ് 5 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ 5 നിയമങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഒന്നെന്ത് വരുന്നു? കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ. ഈ യൂറോപ്പിലെ അമേരിക്കയിൽ ഇവർ കോളനികൾ ഉണ്ടാക്കിയല്ലോ. ഈ കോളനികളിലെ സാധനങ്ങൾ ആരുടെ കപ്പലിലേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ? ഈ ഇംഗ്ലണ്ടിലെ കപ്പലിലേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവർ നിർമ്മിച്ച കപ്പലിലേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ നിയമം പഠിച്ചേ, ഇവരുണ്ടാക്കുന്ന സാധനങ്ങൾ ഈ കപ്പലിലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. രണ്ടാമത്തത്, കോളനികളിൽ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയെല്ലാം പിന്നെ ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിക്കണം. അവിടുത്തെ എല്ലാ ഡോക്യുമെന്റ്സിലും എന്ത് പതിക്കണം? എന്തോ മുദ്ര പതിക്കണം. പിന്നെ അപ്പോൾ ഒന്നാമത്തെ നിയമത്തിൽ അവരുടെ കപ്പലിലെ സാധനങ്ങൾ ഉണ്ടാവും. രണ്ടാമത്തെ നിയമത്തിൽ മുദ്ര പതിക്കണം. അവിടെയുള്ള എല്ലാ പേപ്പറുകളിലും, പ്രധാനപ്പെട്ട പേപ്പറുകളിലും പ്രമാണങ്ങളിലും ഒക്കെ ആരുടെ മുദ്ര പതിപ്പിക്കണം? ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിക്കണം. കോളനികൾ ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില ഇവ അവിടെ ഉണ്ടാക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളെ ഇങ്ങോട്ടേ കൊണ്ടുപോകാൻ പാടുള്ളൂ? ഇംഗ്ലണ്ടിലേക്ക് അയക്കാവുള്ളൂ. അതാണ് മൂന്നാമത്തെ നിയമം. അപ്പോൾ ഒന്നാമത്തെ നിയമം എന്തുവാ? കോളനികളില് കപ്പലുകൾ. അത് എഴുതി വെക്കുക കേട്ടോ. മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ ബ്രാക്കറ്റ് 5. എന്നിട്ട് എങ്ങനെ എഴുതണ്ടേന്ന് മനസ്സിലായോ? ഒന്നാമത്തെ പോയിന്റ് എന്തുവാ? ഓട്ടിസ് അല്ലേ? ജെയിംസ് ഓട്ടിസ് എന്ന് പേരെഴുതുക. ജെയിംസ് ഓട്ടിസ് കേട്ടോ. എന്നിട്ട് ജെയിംസ് ഓട്ടിസിന്റെ നേരെ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല അതെഴുതണമെന്നില്ല. മുദ്രാവാക്യം അതെഴുതരുത്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ള സാധനം എഴുതരുത്. മുദ്രാവാക്യം എന്ന് മാത്രമേ എഴുതാവുള്ളൂ. അപ്പോഴാണ് നമുക്ക് എന്തും അയാളുടെ മുദ്രാവാക്യം നമ്മൾ ഓർക്കത്തുള്ളൂ. ഈ മുദ്രാവാക്യം ഏത് നൂറ്റാണ്ടിൽ മുഴങ്ങിയതാ? 18-ാം നൂറ്റാണ്ടിൽ. അപ്പം 18-ാം നൂറ്റാണ്ടിലാണ് ആര് അമേരിക്കയിലേക്ക് കുടിയേറിയത്? ഇംഗ്ലണ്ടിലുള്ള ആൾക്കാർ.
പിടികിട്ടിയോ? ആ ഓക്കെ. അങ്ങനെ കുടിയേറിയ സമയത്ത് അവരുടെ ഉദ്ദേശം എന്തായിരുന്നോ? അവിടെയുള്ള ഇപ്പം എന്താണ് കാര്യങ്ങളൊക്കെ വെട്ടിപ്പിടിക്കാനും അവിടെ കോളനികൾ സ്ഥാപിക്കാനും അധികാരങ്ങൾ കൈയടക്കാനും അവിടുത്തെ എന്തെങ്കിലുമൊക്കെ വസ്തുവകകളുണ്ടെങ്കിൽ അത് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ആയിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രണമൊക്കെ ഏറ്റെടുക്കലായിരുന്നു ഇവരുടെ ഉദ്ദേശം, അല്ലേ? ആ ആ വാണിജ്യ നയത്തെ വിളിച്ച പേരാണ് മെർക്കലീസ് നിയമം. മർക്കൻഡലിസം. കേട്ടോ, ഇങ്ങനെ തന്നെ എഴുതണം, ഞാൻ എഴുതുന്ന പോലെ. മെർക്കലീസ് നിയമം. അത് പോയി. മർക്കൻഡലിസം. മർക്കൻഡലിസം. കേട്ടോ. ആ ഇനി മർക്കൻഡലിസത്തിനകത്ത് എന്തൊക്കെയുണ്ട്? 5 നിയമങ്ങൾ എഴുതിയാലും മതി. കേട്ടോ. എന്തുവാണ്? 5 നിയമങ്ങൾ. 5 നിയമങ്ങൾ. എന്നിട്ട് ഈ 5 നിയമങ്ങളിൽ ഒന്നാമത്തത് കപ്പൽ. കേട്ടോ. രണ്ടാമത്തത് മുദ്ര അല്ലെങ്കിൽ സ്റ്റാമ്പ്. ആ കേട്ടോ. ആ പിന്നെന്തുവാ? പിന്നെ മൂന്നാമത്തത് അവിടുത്തെ വിഭവങ്ങളെല്ലാം ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി കയറ്റി അയക്കാവൂ. അയക്കാവൂ. ഇംഗ്ലണ്ടിലേക്ക് മാത്രം. അതിന് വേറെ പോയിൻ്റൊന്നും ഇല്ലല്ലോ. മാത്രം കയറ്റുമതി. കേട്ടോ. അല്ലെങ്കിൽ ഈ കയറ്റുമതി ആദ്യം എഴുതിയിട്ട് ഇംഗ്ലണ്ടിലേക്ക് മാത്രമെന്ന് എഴുതിയാലും മതി, അല്ലെ കയറ്റുമതി എന്ന് മാത്രം എഴുതി വെച്ചാലും മതി. കേട്ടോ. സിമ്പിളായിട്ട് എഴുതുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞ കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. അപ്പോൾ ഇവിടെ സൈന്യം എന്ന് എഴുതിയാൽ മതി. കേട്ടോ. പിന്നെ എഴുതേണ്ടത് കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം. അപ്പോൾ അത് ഇറക്കുമതി ചുങ്കം എന്ന് എഴുതുക, കൊടുക്കണം. കേട്ടോ. ചുങ്കം. ഓക്കെ. അത്രയായി മെർക്കൻറ്റിലിസം. അതിൻ്റെ ഇടയ്ക്ക് അമേരിക്കയിലെ കുടിയേറ്റം. 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിലെ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതി ആണ് അവരെ അങ്ങനെ വിളിച്ചത്. പിൽക്കാലത്ത് ഇവർ റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടു. അപ്പോൾ അടുത്ത ഒരു പോയിൻ്റ് എഴുതി വെക്കേണ്ടതാണ്. എന്ത്? റെഡ് ഇന്ത്യൻസ്. എന്താണ്? റെഡ് ഇന്ത്യൻസ്. അതിൻ്റെ വർഷം വേണേ ബ്രാക്കറ്റ് എഴുതി വെച്ചു. 1492 എന്നറിയപ്പെട്ടു. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്. ഇവർ തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെട്ടു. യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമായതോടെ റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടിയോടിക്കപ്പെട്ടു. അവരുടെ ഭൂമിയും ആട്ടിൻപറ്റവും യൂറോപ്യൻകാർ കവർന്നു. കേട്ടോ. അപ്പോൾ മേഫ്ലവർ എന്ന കപ്പൽ, പിന്നെ അതേപോലെ പിൽഗ്രിം ഫാദേഴ്സ്, തീർത്ഥാടക പിതാക്കൾ, ആ പോയിന്റുകളും കൂടി ഇതോടൊപ്പം കൂട്ടാവുന്നതാണ്. എന്താണ്? മേഫ്ലവർ കപ്പൽ. കേട്ടോ. മേഫ്ലവർ കപ്പൽ. പിന്നെന്തുവാ ഞാൻ പറഞ്ഞേ? തീർത്ഥാടക പിതാക്കൾ. അതൊറ്റ പോയിൻ്റാണേ. എല്ലാം ഇതിനകത്തും തീർത്ഥാടക പിതാക്കൾ. ക്ലിയർ ആണോ? ഇനി ആദ്യം തൊട്ടൊന്ന് പറഞ്ഞേ. അമേരിക്കൻ വിപ്ലവത്തിൽ 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻകാർ അമേരിക്കയിലേക്ക് കുടിയേറി വന്നു. അവരുടെ പ്രധാന ഉദ്ദേശം വിഭവങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ കൈയടക്കുക എന്നുള്ളതും കോളനികൾ സ്ഥാപിക്കുക എന്നുള്ളതും അവിടുത്തെ വസ്തുവകകളോ വിഭവങ്ങളോ ഒക്കെ ഇംഗ്ലണ്ടിലേക്ക് കയറ്റിക്കൊണ്ട് പോകുക എന്നുള്ള ഒരു നയമായിരുന്നു അവർക്കുണ്ടായി. ഈ നയത്തിനെതിരെ ജെയിംസ് ഓട്ടിസ് ആണ് ഒരു മുദ്രാവാക്യം പുറപ്പെടുവിച്ചത്, അല്ലേ? എന്തായിരുന്നു ആ മുദ്രാവാക്യം?
പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ളതായിരുന്നു മുദ്രാവാക്യം അല്ലേ. ഇനി ആ വാണിജ്യ നയം, അവരുടെ യൂറോപ്യൻകാരുടെ വാണിജ്യ നയം ഉണ്ടല്ലോ, അതിനെ ആ അറിയപ്പെട്ട പേര് മെർക്കന്റിലിസം. മർക്കന്റലിസം. ആ ആ മർക്കന്റലിസത്തിൽ 5 നിയമങ്ങളുണ്ടായിരുന്നു. ആ നിയമങ്ങൾ എന്തായിരുന്നു? അവരുടെ കപ്പലിൽ, അല്ലെങ്കിൽ അവരുടെ കപ്പലിലോ അല്ലെങ്കിൽ അവർ നിർമ്മിച്ച കപ്പലിലോ മാത്രമേ സാധനങ്ങൾ കൊ- അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാൻ പാടുള്ളൂ. അഥവാ അവിടെ നിന്ന് എന്തെങ്കിലും അതേപോലെ അവിടുത്തെ എല്ലാ പേപ്പറുകളും, ഡോക്യുമെൻസും, പ്രധാന പ്രധാനപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റുകളിലും എന്താണ്, ഇംഗ്ലണ്ടിലെ മുദ്ര ഇവരുടെ പതിപ്പിച്ചു. ഇംഗ്ലണ്ടിൻ്റെ മുദ്രയായിരിക്കണം പതിപ്പിക്കേണ്ടത്. അതേപോലെ ഇവിടെ നിന്ന് എന്തെങ്കിലും കയറ്റുമതി ചെയ്യുവാണെങ്കിൽ അത് എന്താണ്, ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാവുള്ളൂ. അതേപോലെ ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവർ ചെയ്തു കൊടുക്കണം അല്ലേ. ആ, അതേപോലെ എന്തെങ്കിലും ഇംഗ്ലണ്ടിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് ഇറക്കുകയാണെങ്കിൽ, എന്തെങ്കിലും വിഭവങ്ങൾ ഇറക്കുകയാണെങ്കിൽ അതിനെല്ലാം ടാക്സ് അടയ്ക്കണം, മീൻസ് ഇറക്കുമതി ചുങ്കം അടയ്ക്കണം അല്ലേ. അതേപോലെ ഒരു പോയിൻ്റാണ് റെഡ് ഇന്ത്യൻസ്. അതായത് ഈ യൂറോപ്പിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരുന്നല്ലോ, അപ്പം അതിനും തുടക്കം കുറിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് തീർത്ഥാടക പിതാക്കൾ വന്നതാണ്. ആര് വന്നതാണ്? തീർത്ഥാടക പിതാക്കൾ. തീർത്ഥാടക പിതാക്കൾ. അതായത് ഇംഗ്ലണ്ടിൽ തന്നെ അവിടുത്തെ രാജാവിൻ്റെ എന്താണ് വിതരണത്തെ തുടർന്ന് ശല്യം കാരണം അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്ന ആൾക്കാരെയാണ് എന്തെന്ന് റെഡ് വിളിച്ചത്? തീർത്ഥാടക റെഡ് പിതാക്കൾ എന്ന് വിളിച്ചത്. അവർ ഏത് കപ്പലിലാണ് വന്നേ? മേഫ്ലവർ എന്ന് പറയുന്ന അല്ലേ കപ്പലിലാണ് അവർ വന്നത്. അതേപോലെ ആദ്യമായിട്ട് വന്നത് 1492 ആരായിരുന്നു വന്നേ? റെഡ് ഇന്ത്യൻസ്. റെഡ് ഇന്ത്യൻസ് അല്ല വന്നേ. അവിടെ വന്നപ്പം അത് ഇന്ത്യക്കാരാണെന്ന് കരുതി അവരങ്ങനെ വിളിച്ചു. അങ്ങനെ വിളിച്ചെന്നേ ഉള്ളൂ അവരെ. ആരാ വന്നതെന്ന് വെച്ചാൽ സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിലെ ക്രിസ്റ്റഫർ കൊളംബസ്. കേട്ടോ, വേണേൽ ആ പേരും ഇവിടെ എഴുതി വെക്കാം. 1492 വന്നതാരാണ്? ക്രിസ്റ്റഫർ ആദ്യമായിട്ട് വരുന്നത് ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. കേട്ടോ, കൊളംബസ് ആണ്. അപ്പോൾ അയാളാണ് വരുന്നത്. അയാൾ വന്നപ്പോൾ അയാൾ ആദ്യം വിചാരിച്ചത് അത് ഇന്ത്യ ആണെന്നാണ്. അങ്ങനെ അവിടെ ഉള്ളവരെ ഇന്ത്യക്കാരെന്നുള്ള രീതിയിലാണ് അയാൾ കരുതിയത്. അതുകൊണ്ട് അവരെ വിളിച്ച പേരാണ് റെഡ് ഇന്ത്യൻസ്. പിടികിട്ടിയാ? പിന്നെ മേഫ്ലവർ കപ്പലിൽ പിന്നീടാണ് യൂറോപ്യൻകാർ അവിടുത്തെ രാജാവിൻ്റെ ശല്യം കാരണം തിരിച്ചിങ്ങോട്ട് ചാടിക്കയറി വന്നത്. എന്നിട്ട് പതുക്കെ അവരിവിടെ എന്ത് ചെയ്തു? നേരത്തെ പറഞ്ഞ പോലെ കോളനികൾ സ്ഥാപിക്കുകയും അവരുടെ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയും ചെയ്തുകൊണ്ടിരുന്നു. പിടികിട്ടിയോ? അതാണ് അത്രയും പേജിലുള്ളത്. രണ്ടാമത്തെ പേജിൽ ബോസ്റ്റൺ ടീ പാർട്ടി പറയുന്നു. അപ്പം നമ്മുടെ അടുത്ത 4ാമത്തെ പോയിന്റ് എന്താണ്? ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പം അത് എഴുതുക, ബോസ്റ്റൺ. എഴുതിയോ ഇത്രയും പോയിന്റ്? ടീ പാർട്ടി, ബോസ്റ്റൺ ടീ പാർട്ടി. അതിനകത്ത് എന്താ പ്രധാനമായിട്ടുള്ളത്? ഇംഗ്ലീഷ് ഗവൺമെൻറ്റിൻ്റെ തേയില അല്ലേ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു. 1773 ഡിസംബർ 16, ആ ഡേറ്റ് എഴുതി വെച്ചോണം. 1773 ഡിസംബർ 16, ശരിയല്ലേ? 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ എന്തോ ചെയ്തത്? ഈ ഡേറ്റ് വേണേൽ കൃത്യമായിട്ട് ഓർത്ത് വെച്ചോ. 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ, അതായത് നേരത്തെ പറഞ്ഞല്ലോ കുറേ റെഡ് ഇന്ത്യക്കാരെ ഓടിച്ചു വിട്ടില്ലേ യൂറോപ്യൻകാർ വന്നിട്ട്. അപ്പോൾ ആ റെഡ് ഇന്ത്യക്കാരുടെ വേഷത്തിൽ കുറച്ച് അമേരിക്കക്കാരെന്ത് ചെയ്തു? അവിടേക്ക് വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ, ഈ ബോസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു വിഭാഗം ജനങ്ങൾ എന്ത് ചെയ്തു? കപ്പലിലെ ഇംഗ്ലീഷ് കപ്പലിൽ അവിടെ നങ്കൂരം ഇട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിനകത്തിട്ടിരുന്ന തേയില എല്ലാം കടലിലേക്ക് വലിച്ചെറിഞ്ഞതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. കേട്ടോ, ഇത്ര എഴുതിയാൽ മതി. അതായത് ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ടീ ഉണ്ടല്ലോ ഇതിൽ, ടീ ഉണ്ടെങ്കിൽ ടീക്കകത്ത് എന്തിടണം? തേയില. അപ്പോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ബോസ്റ്റൺ ടീ പാർട്ടി?
തേയില. തേയിലയുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. അങ്ങനെ വേണേൽ ഓർത്തിരിക്കാം. ഓക്കെ, ഒന്നും എഴുതണമെന്നില്ല. അപ്പോൾ ആ ടീ വെച്ചിട്ട് എഴുതാം. എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി? 1773 ഡിസംബർ 16 ഈ എന്താണ് ബോസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കുറച്ച് ആൾക്കാർ റെഡ് ഇന്ത്യക്കാരുടെ വേഷത്തിൽ അവരുടെ കപ്പലിൽ കയറി ഉള്ള തേയിലയെല്ലാം വലിച്ച് കടലിലെറിഞ്ഞു അല്ലേ? എന്തിനാ അവരെറിഞ്ഞത്? അത് മറ്റേ മെർക്കൻറ്റിലിസം നിയമത്തിലടുത്ത ഒരു സംഭവം ഉണ്ടല്ലോ, അവരുടെ എല്ലാ ഇറക്കുമതിക്കും എന്ത് കൊടുക്കണം? ചുങ്കം കൊടുക്കണം അല്ലേ? അങ്ങനെ പക്ഷേ ഈ തേയിലയ്ക്ക് കൂടുതൽ ചുങ്കം ചോദിച്ചു. അത് അമേരിക്കക്കാർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കി. അതിനോട് പ്രതിഷേധിച്ചാണ് അവർ ഈ തേയിലയെല്ലാം വലിച്ച് കടലിലെറിഞ്ഞത്. പിടികിട്ടിയോ? അപ്പം അങ്ങനെ വേണം അത് പഠിക്കാൻ. അടുത്ത നോക്കൂ. മെർക്കൻറ്റിലിസ്റ്റ് നിയമത്തിലെ വ്യവസ്ഥകൾ അമേരിക്കൻ കോളനി നിവാസികളെ മാതൃരാജ്യത്തിനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചു. അപ്പം ആ നിയമപ്രകാരം എന്ത് ചെയ്യും? പിന്നെ മാതൃരാജ്യത്തിനെതിരെ തിരിയാൻ അവർ പ്രേരിപ്പിക്കുമല്ലേ? കോളനി നിവാസികൾ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാവുള്ളൂ, അത് ചെയ്യാവുള്ളൂ, ഇത് ചെയ്യാവുള്ളൂ എന്നൊക്കെ എല്ലാം പിന്നെ അവരുടെ അണ്ടറിലേക്ക് കൊണ്ടുവരുമല്ലേ? അപ്പം മാതൃരാജ്യത്തിനെതിരെ തിരിയാൻ അവരെന്ത് ചെയ്യുന്നു? പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇംഗ്ലീഷുകാരുടെ ചൂഷണ നിയമങ്ങൾക്കെതിരായി പോരാടാൻ ചില ചിന്തകരുടെ ആശയങ്ങൾ കോളനിക്കാർക്ക് പ്രചോദനം നൽകി. അപ്പോൾ കുറേ നാളായിട്ട് ഇവർ സഹിച്ചുകൊണ്ടിരിക്കുമല്ലേ? അപ്പോൾ അതിൽ നിന്നൊരു മോചനം വേണമല്ലോ. അങ്ങനെ മോചിപ്പിക്കാൻ വരുന്ന അല്ലെങ്കിൽ ചില ആൾക്കാരുടെ വാക്കുകളോ അല്ലെങ്കിൽ അവരുടെ എഴുത്തുകളോ അല്ലെങ്കിൽ പാട്ടുകളോ പറച്ചിലുകളോ ഒക്കെ ഈ കോളനിക്കാർക്ക് ആശ്വാസം കിട്ടുന്നതും അവർക്ക് ഇതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു തുടക്കമൊക്കെ കിട്ടുമായിരുന്നു. അത്തരം ആൾക്കാരെയാണ് നമ്മൾ അന്ന് ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ, നവോത്ഥാന പിതാക്കൾ എന്നൊക്കെ വിളിക്കും കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെച്ചോണം. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വരുന്ന ആൾക്കാരെയാണ്, അത് കുറച്ച് പേര് കാണത്തുള്ളൂ, വിരലിലെണ്ണാവുന്ന ചുരുക്കം ചില ആൾക്കാരെ കാണത്തുള്ളൂ. അതിനകത്ത് ഉള്ളവരാണ് ജോൺ ലോക്ക്, തോമസ് പെയിൻ. അപ്പോൾ അത് വേണേൽ അവിടെ നോട്ട് ചെയ്യാം. 6 കേട്ടോ. സോറി 6 അല്ലല്ലോ, 5. ആരൊക്കെയാണ്? ജോൺ ലോക്ക്, പിന്നാരാ? തോമസ്. അപ്പോൾ ആ പേരുകൾ എഴുതി വെക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനി ആദ്യം തൊട്ട് നോക്കാം. 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻകാര് യൂറോപ്യൻകാരെ അമേരിക്കയിലേക്ക് കുടിയേറി. നമുക്ക് വേണമെങ്കിൽ ഈ റെഡ് ഇന്ത്യൻസിൻ്റെത് വേണമെങ്കിൽ തുടക്കത്തിൽ ചേർക്കാം. അതിന് വേണേൽ, കാരണം ആദ്യമായിട്ട് യൂറോപ്പിൽ വരുന്ന ആൾക്കാർ ഇങ്ങനെയല്ലേ വന്നത്. അതായത് ഈ നമ്മുടെ ക്രിസ്റ്റഫർ കൊളംബസ് എന്ന് പറയുന്ന ആൾ ഒരു കപ്പലിൽ 1492 വന്നിറങ്ങിയ സ്ഥലം ഇന്ത്യയാണെന്ന് അയാൾ വിചാരിച്ചു. അവരെ ഇന്ത്യക്കാരെന്നൊക്കെ വിളിച്ചു. പിന്നീടാണ് മനസ്സിലായത് അതെന്തല്ല, ഇന്ത്യ അല്ല എന്ന് മനസ്സിലായി. അതിനുശേഷം അവിടെയുള്ള ആൾക്കാരെ റെഡ് ഇന്ത്യൻസ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇംഗ്ലണ്ടിൽ നിന്ന് അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് അവിടുത്തെ രാജാവിൻ്റെ മതപീഡനം കാരണം കുറച്ച് പേരെന്ത് ചെയ്തു? മേഫ്ലവർ എന്ന് പറയുന്ന കപ്പലിൽ കയറി എവിടെ വരുന്നു? അമേരിക്കയിലേക്ക് വരുന്നു. അവരെ നമ്മൾ തീർത്ഥാടക പിതാക്കൾ എന്നാണ് വിളിച്ചത്. അങ്ങനെ അവരിവിടെ വന്നതിന് ശേഷം അവരെന്ത് ചെയ്തു? അവർ ഇങ്ങനെയുള്ള കുറച്ച് നിയമങ്ങളും കുറേ വിഭവങ്ങളും ഒക്കെ തട്ടിക്കൊണ്ടു പോകാനൊക്കെ പ്ലാൻ ഇടുന്നു. അത് ഈ അമേരിക്കയിൽ കോളനികൾ ഉണ്ടാക്കാൻ നോക്കുന്നു. ആ കോളനികളുടെ നിയന്ത്രണമൊക്കെ ഇവരുടെ മേൽക്കോയ്മയിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നു. ഇതിനെതിരെ ജെയിംസ് ഓട്ടിസ് എന്ന് പറയുന്ന ആൾ അല്ലേ, 18-ാം നൂറ്റാണ്ടിലുള്ള ഈ നടക്കുന്ന സംഭവത്തിനെതിരെ ജെയിംസ് ഓട്ടിസ് എന്ന് പറയുന്ന ആളൊരു മുദ്രാവാക്യം മുഴക്കിയതാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അങ്ങനെ നികുതിയില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ അവർ കൊണ്ടുവന്ന നിയമങ്ങൾ കുറച്ചെണ്ണം ഉണ്ടായിരുന്നു. ഏതൊക്കെയാ? ഈ പറയുന്ന കോളനികളിൽ ഉണ്ടാക്കുന്ന വിഭവങ്ങളെല്ലാം ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകേണ്ടതും അല്ലെങ്കിൽ കൊണ്ടുപോകേണ്ടതും ഒക്കെ ഇംഗ്ലണ്ടുകാരുടെ കപ്പലിൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ അവർ നിർമ്മിച്ച കപ്പലിലായിരിക്കണം. ഇനി അതേപോലെ അവിടെ ഉപയോഗിക്കുന്ന എല്ലാ പേപ്പറുകളിലും, പ്രധാനപ്പെട്ട എല്ലാ പേപ്പറുകളിലും ഇവരുടെ മുദ്ര പതിപ്പിച്ചിരിക്കണം. അതേപോലെ ഇവിടുന്ന് എന്തെങ്കിലും സാധനം കൊണ്ടുപോവുകയാണെങ്കിൽ അത് ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ ഇവർക്ക് എന്തെങ്കിലും സാധനം ഇങ്ങോട്ട് ഇറക്കണമെങ്കിൽ ഇറക്കുമതി ചുങ്കം കൊടുക്കണം.
അതേപോലെ അവിടെ സൈന്യമുണ്ട്. അവരുടെ സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ കോളനിക്കാർ ചെയ്തു കൊടുക്കണം, അല്ലേ? അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇറക്കുമതി ചുങ്കം ഉണ്ടല്ലോ, അല്ലേ? ഇങ്ങോട്ട് ഇറക്കുന്നതിന് എല്ലാത്തിനും എന്തുണ്ട്? ഇറക്കുമതി ചുങ്കമുണ്ട്. ആ ഇറക്കുമതി ചെയ്യുന്നതിനകത്ത് തേയിലയുണ്ട്, അല്ലേ? ആ തേയിലയ്ക്ക് കൂടിയ എന്താണ് ചുങ്കം പിരിക്കുന്നത് കാരണം അവിടെയുള്ള ആൾക്കാർ പൊറുതിമുട്ടി. ബോസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആൾക്കാർക്ക് ഒരു ആശയം തോന്നുകയാണ്. അവർ ഈ തേയില 1773 ഡിസംബർ 16 രാത്രിയിൽ അവിടെ നങ്കൂരം വിട്ടിരുന്ന കപ്പലിലെ തേയില, കപ്പൽ ആരുടെ ആയിരിക്കും? അത് ഇംഗ്ലണ്ടുകാരുടെ. യൂറോപ്യരുടെ. ആ, കാരണം അവരുടെ കപ്പലിൽ അത് കൊണ്ടുപോകാവുള്ളൂ, ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യാവുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഉറപ്പായത് അവരുടെ കപ്പലായിരിക്കും. അപ്പോൾ ആ കപ്പലിൽ ഇരുന്ന തേയില മൊത്തം ഇവരെന്ത് ചെയ്തു? എടുത്ത് കടലിലിട്ടു, അല്ലേ? അങ്ങനെ കടലിലിട്ടപ്പോൾ അതിനെ എന്തെന്ന് വിളിച്ചു? ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് വിളിച്ചു. ടീ പാർട്ടി, കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ നിന്നൊരു മോചനം വേണമല്ലോ, അല്ലേ? അങ്ങനെ മോചനം വേണമെങ്കിൽ ചുരുക്കം ചില ആൾക്കാർ വരും. എല്ലാ വിപ്ലവങ്ങളിലും ഇതേപോലുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ എല്ലാ സാഹചര്യത്തിലും ഇതേപോലെയുള്ള ചില പ്രധാന ആൾക്കാരുണ്ടാവും. അവർ വന്നിട്ട് അവിടെയുള്ള ആൾക്കാരെ ഇവരുടെ ചിലപ്പോൾ എഴുത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ കഥ പറച്ചിലുകളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ ഉപദേശങ്ങളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ പ്രസംഗങ്ങളിലൂടെയോ, അങ്ങനെ പല രീതിയിലും ആയിരിക്കാം, കവിതകളിലൂടെയോ, ഏത് രീതിയിലും ആവാം. ഏത് രീതിയിലും ഇങ്ങനെയുള്ള ആൾക്കാർ പറയുന്ന ആശയങ്ങൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് എന്തുണ്ടാക്കും? ഒരു പ്രചോദനം ഉണ്ടാക്കും ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട്. ശരിയാണോ? അത്തരം ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നവോത്ഥാന പിതാക്കൾ. പിടികിട്ടിയോ? അങ്ങനെയുള്ള നവോത്ഥാന അമേരിക്കൻ വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട 2 പിതാക്കന്മാരാണ് ആര്? ജോൺ ലോക്കും തോമസും, അല്ലേ? തോമസ് പെയിനും ജോൺ ലോക്കും. ഇനി ജോൺ ലോക്ക് എന്താ പറഞ്ഞേ? മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കുവാൻ ഒരാൾക്കും അവകാശമില്ല, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല, അല്ലേ? പിന്നെ തോമസ് പെയിൻ എന്താണ് പറഞ്ഞത്? ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. അപ്പോൾ ജോൺ ലോക്കിനെ ഓർത്തിരിക്കാൻ മൗലികാവകാശങ്ങൾ ചേർക്കാം, ബ്രാക്കറ്റിൽ, കേട്ടോ. മൗലിക അവകാശങ്ങൾ ലംഘിക്കുവാൻ ആർക്കും അവകാശമില്ല. തോമസിനെ ഓർക്കണമെങ്കിൽ എന്തെഴുതും നമ്മൾ? കീഴടക്കുക, അല്ലെങ്കിൽ കീഴടങ്ങിയിരിക്കുക, കേട്ടോ. മറ്റൊരാൾക്ക് കീഴടങ്ങിയിരിക്കുക എന്നുള്ളത് യുക്തിക്ക് നിരക്കുന്നതല്ല. കീഴടങ്ങി ഇരിക്കുക, കേട്ടോ. എഴുതിയോ അതെല്ലാം? 5 പോയിന്റ്സ് എഴുതിയോ? ഓക്കെ. ഇനി നോക്കുവാണെങ്കിൽ വൻകര ഒന്നാകെ സമ്മേളിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇവർ പറയുമല്ലോ, നവോത്ഥാന നായകന്മാർ വന്നിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് അത് പ്രചോദനം ഉണ്ടാകും. അങ്ങനെ എന്ത് സംഭവിക്കാൻ തുടങ്ങും? ആദ്യം കുറച്ച് പേരായിട്ട് ഒരു കൂട്ടമാകും, അല്ലേ? പിന്നെ വീണ്ടും വീണ്ടും ആൾ കൂടി അതൊരു വലിയ ഗ്രൂപ്പായി മാറും. ശരിയല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? ഈ വലിയ ഗ്രൂപ്പ് എന്ത് ചെയ്യും? ഇവിടെ തിരിച്ച് പ്രതിഷേധ നടപടികൾ ആരംഭിക്കും. അത് വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ പോകും. അതാണ് വൻകര ഒന്നാകെ സമ്മേളിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടോ? മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ. അപ്പോൾ ആരാണ് മാറിയത്? ജോർജിയ അതിൽ പങ്കെടുത്തില്ല. ബാക്കിയുള്ള പ്രതിനിധികൾ 1774. അപ്പോൾ ആ വർഷം എഴുതണം. അപ്പോൾ ഇനി വൻകര സമ്മേളനം, അല്ലേ? 6ാമത്തെ പോയിന്റ് എന്തുവാ? വൻകര സമ്മേളനം. വൻകര, കേട്ടോ. വൻകർ അല്ലല്ലോ, വൻകര. വൻകര സമ്മേളനം. വൻകര സമ്മേളനം എന്നാ നടക്കുന്നത്? 1774, അല്ലേ? 4 എഴുതി കിടക്കുന്നത്. 4 എവിടെ വെച്ചാണ്? ഫിലാഡൽഫിയ, കേട്ടോ. എവിടെ വെച്ചാണ്? ഫിലാഡൽഫിയ. ഇതിനകത്ത് തന്നെ കണ്ട് മാപ്പ് ഉണ്ടായിരുന്നല്ലോ, ഫിലാഡൽഫിയയുടെ ഒക്കെ. അതുകൊണ്ട് ഇവിടെ ജോർജിയ കണ്ടോ, ഈ അറ്റത്ത് കിടക്കുന്ന ജോർജിയ.
പിന്നെ അത് കഴിഞ്ഞ് സൗത്ത് കരോലീന, നോർത്ത് കരോലീന, വെർജീനിയ, മേരിലാൻഡ്, ദെലാവെയർ, ന്യൂജേഴ്സി, കണക്റ്റിക്കട്ട്, റോഡ് ഐലൻഡ്, മസാച്യുസെറ്റ്സ്, ന്യൂ ഹാംഷയർ, ന്യൂയോർക്ക്, പെനിസിൽവാനിയ, വടക്കേ അമേരിക്ക. ഓക്കെ, ഇവിടെ അറ്റ്ലാന്റിക് സമുദ്രം. 13 കോളനികൾ അല്ലേ. അതിനകത്ത് എന്തായാലും ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്, ഈ സമ്മേളനം നടക്കുന്നത് അല്ലേ. ഇത് 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ എഴുതി വെച്ചോണം, 1ാം കേട്ടോ, 1ാം കോണ്ടിനെൻ്റൽ. പോയോ? ഹലോ, 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് കേട്ടോ, അത് എഴുതണേ. 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് എഴുതണം. ഓക്കെ, അവിടെ ഞാൻ എഴുതുന്നില്ല. ഓക്കെ, ഇനി എന്താണ് തുടർന്ന് വ്യവസായങ്ങൾക്കും. അപ്പോൾ 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്തോ 1774 ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവരും കൂടി ഇംഗ്ലണ്ടിനെതിരായിട്ട് ഫിലാഡൽഫിയയിൽ സമ്മേളിക്കുന്നു. ഈ സമ്മേളനത്തിനെയാണ് എന്തെന്ന് വിളിച്ചേ, 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് വിളിച്ചത്. ഓക്കെ ആണോ? തുടർന്ന് വ്യവസായങ്ങളും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്ന്. അപ്പോൾ ആവശ്യം എന്തൊക്കെയായിരിക്കും? ഇവരുടെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായിട്ട് എല്ലാത്തിൽ നിന്നും ഒഴിവാക്കണം അല്ലേ എന്നായിരുന്നു അവരുടെ ആവശ്യം. അപ്പോൾ അത് പ്രത്യേകിച്ച് നമ്മൾ പഠിക്കണമെന്നില്ല, നമുക്കറിയാമല്ലോ എന്തിനാണ് സമ്മേളിക്കുന്നത്. അവിടെ കുറേ നിയമങ്ങൾ ഈ യൂറോപ്യൻകാർ കൊണ്ടുവന്നു ഇല്ലേ. ഇവരുടെ കപ്പലിലേ കൊണ്ടുപോകാവൂ, ഇവരുടെ നാട്ടിലോട്ടേ കയറ്റുമതി ചെയ്യാവുള്ളൂ, ഇവരുടെ സൈന്യത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അതേപോലെ ഇങ്ങോട്ട് എന്തെങ്കിലും സാധനം ഇറക്കുവാണെങ്കിൽ ചുങ്കം അടയ്ക്കണം. അതേപോലെ അവിടെയുള്ള എല്ലാ പ്രമാണങ്ങളിലും അല്ലേ, പ്രധാനപ്പെട്ട പ്രമാണങ്ങളിലെല്ലാം ഇവരുടെ സ്റ്റാമ്പ് പതിക്കണം. ഇവരോട് ചോദിക്കാതെ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള എല്ലാ നിയമങ്ങൾക്കും എതിരെയല്ലേ സമ്മേളിക്കുന്നേ അല്ലേ. ആ സമ്മേളനത്തിൽ ഇവർ ആവശ്യപ്പെടുന്നത് എന്തായിരിക്കും? ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന എന്താണ് ബുദ്ധിമുട്ടുകളൊക്കെ നിർത്തണമെന്നായിരിക്കും ഇവർ ആവശ്യപ്പെടുന്നത് അല്ലേ. അപ്പം നികുതിയൊന്നും ചുമത്തരുത് എന്നുള്ള രീതിയിലൊക്കെയുള്ള ആവശ്യങ്ങൾ അവിടെ നടത്തും. ഓക്കെ, കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി. എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയക്കുന്നു. ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു. ശരിയല്ലേ? അപ്പോൾ അവർ ഇപ്പം ഈ നമ്മൾ ഇങ്ങനെ കുറേ ആൾക്കാർ ചേർന്ന് നിന്നിട്ട് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നൊക്കെ പറയുമ്പോൾ അവരെന്ത് ചെയ്യും? പറ്റത്തില്ല, ഞങ്ങൾക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം വീണ്ടും നമ്മൾ പറയുന്നു, അവർ ചെയ്യുന്നു. പിന്നെ നമ്മൾ കിടന്ന് സമരം വിളിക്കുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരുടെ സൈന്യത്തെ ഇറക്കി നമ്മളെ തല്ലി ഓടിക്കാൻ നോക്കും അല്ലേ. അതല്ലേ നടക്കത്തുള്ളൂ, അല്ലാതെ അവർ തരത്തില്ലല്ലോ ഒന്നും. അപ്പോൾ അങ്ങനെ യുദ്ധം നടന്നു 1775. അപ്പോൾ 74 ആ സമ്മേളനം നടന്നത്. ഒരു വർഷത്തിന് ശേഷം അതേ സ്ഥലത്ത് വെച്ച് 2ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ജോർജ് വാഷിങ്ടണിനെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുത്തു അല്ലേ. അപ്പം 1700 ഇപ്പം ഇതിൽ തന്നെ 1775 എഴുതണം കേട്ടോ. അതും ഫിലാഡൽഫിയയിൽ തന്നെ. അവിടെ 2ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സോ അല്ലേ, കോൺഗ്രസ് എന്ന് എഴുതുക. അവിടെ ജോർജ് വാഷിങ്ടൺ എന്നുള്ള പേര് കൊടുക്കുക. അങ്ങനെ ജോർജ് വാഷിങ്ടണിനെ ഈ സൈന്യത്തിൻ്റെ തലവനായിട്ട് തിരഞ്ഞെടുക്കുവാണ് കേട്ടോ. എന്നിട്ട് ഈ സമയം തോമസ് പെയിൻ ഉണ്ടല്ലോ. ആരായിരുന്നു തോമസ് പെയിൻ? 2 നവോത്ഥാന നായകരില്ലേ, അവരിൽ ഒരാൾ അല്ലേ. അയാൾ എന്തുവാ പറഞ്ഞിരുന്നേ? ഈ വൻകര ദീർഘകാലം കീഴടക്കി വെക്കാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത് അല്ലേ. ഓക്കെ, അപ്പോൾ അയാൾ പറഞ്ഞ് അയാളുടെ എന്താണ് കോമൺ സെൻസ് കേട്ടോ, അങ്ങനെ ഒരു ലേഖനം. ആ ലേഖനത്തിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് മാറുക, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ കോളനികളിൽ നിന്നോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ അധീനതയിലുള്ള കാര്യങ്ങളിൽ നിന്ന് അമേരിക്കക്കാർ പിന്മാറുക എന്നുള്ളതായിരുന്നു ഈ കോമൺ സെൻസ്. അപ്പോൾ ആ പേരും കൂടെ അവിടെ വരണം കേട്ടോ. ജോർജ് വാഷിങ്ടണിൻ്റെ പേര് കഴിഞ്ഞിട്ട് അതിനകത്ത് ഈ എന്താണ് തോമസിൻ്റെ പേര് കേട്ടോ. എന്നതിനകത്ത് കോമൺ സെൻസ് അതും എഴുതണം. വീട്ടിൽ എഴുതുന്നുണ്ടോ? ഞാൻ ഈ കുറച്ച് എഴുതുന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് വീണ്ടും അടുത്ത വർഷമായി 1776 ജൂലൈ 4. അപ്പോൾ അടുത്ത വർഷം വീണ്ടും എഴുതണം.
1776 ജൂലൈ 4. 4. ശരി, ജൂലൈയുടെ സ്പെല്ലിങ് മാറി. ജൂലൈ 4. അവിടെ എന്താ നടക്കുന്നത്? അമേരിക്ക കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. അപ്പോൾ ആ സമയത്ത് സമ്മേളിച്ച കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ത് നടത്തുകയാണ്? സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ് കേട്ടോ. അവിടെ ആരൊക്കെ വരുന്നു? തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ഒരു ഭാഗമാണ് നൽകിയിട്ടുള്ളത്. കണ്ടോ ഇവിടെ കൊടുത്ത്. അപ്പോൾ ഈ രണ്ട് പേരും ഇവിടെ വരണം. ആരൊക്കെയാ? എന്താ? ജെഫേഴ്സൻ്റെ പേരും ഫ്രാങ്ക്ലിൻ്റെ പേരും കേട്ടോ. എഴുതിയോ അതൊക്കെ? എഴുതുന്നുണ്ടോ ഞാൻ പറയുമ്പോൾ തന്നെ? ഓക്കെ, ഫ്രാങ്ക്ലിൻ, അത്രയും പേര് എഴുതുക. എന്നിട്ട് അവരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ എഴുതിയിരിക്കുന്നുണ്ടോ? എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാകാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നിവയിലുള്ള അവകാശങ്ങൾ ഇവയിൽ ഉൾപ്പെടുന്നവയാണ്. ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഭരിക്കപ്പെടുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങൾ രൂപീകരിക്കപ്പെടണം. ഏതെങ്കിലും ഭരണം ഈ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലാവുകയാണെങ്കിൽ അതിനെ മാറ്റുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുവാനുള്ള അവകാശം ജനങ്ങൾക്കാണ് എന്നായിരുന്നു ആ പ്രഖ്യാപനത്തിൽ കേട്ടോ. ഓക്കെ, ഈ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ എന്താരംഭിച്ചു? യുദ്ധം തുടങ്ങി. 1781 അത് അവസാനിക്കുന്നു. കണ്ടോ, അത്രയും വർഷം നീണ്ടു നിന്നു. ഏകദേശം 10 വർഷം നീണ്ടിരിക്കുന്ന യുദ്ധങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം 1783 പാരീസ് ഉടമ്പടി. അപ്പോൾ ഇവിടെ അടുത്ത പോയിന്റ് എഴുതണം. 1781 അല്ലേ? 81 യുദ്ധം അവസാനിക്കുന്നു കേട്ടോ, എഴുതുക. അടുത്ത 1783 ഏതുടമ്പടിയാ? പാരീസ് ഉടമ്പടി. എഴുതിയോ? പാരീസ് ഉടമ്പടി. അതുപ്രകാരം ഈ 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നു. ആരംഗീകരിക്കുന്നത്? ഇംഗ്ലണ്ട്. തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസൺ കേട്ടോ. ആരായിരുന്നു? ജെയിംസ് മാഡിസൺ. അപ്പം നമ്മൾ ആ പേര് അവിടെ എഴുതുക. 1783 പാരീസ് ഉടമ്പടി, അതിൻ്റെ നേരെ ജെയിംസ് മാഡിസനെ പേരെഴുതുക. മാഡിസന്റെ നേതൃത്വത്തിലാണ് ഈ ഭരണഘടന തയ്യാറാക്കിയത്. അതുകൊണ്ട് പുതിയ ഭരണഘടനാ പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി ഈ ജോർജ് വാഷിങ്ടൺ. ആരായിരുന്നു ജോർജ് വാഷിങ്ടൺ? അമേരിക്കയിലെ രണ്ടാം കോണ്ടിനെൻ്റൽ എന്താണ് കോൺഗ്രസ്സിൽ നമ്മളൊരു സൈന്യം രൂപീകരിച്ചില്ലേ? അത് രണ്ടാം കോണ്ടിനെൻ്റലിലല്ലായിരുന്നോ? ഓർമ്മയുണ്ടോ? കോമൺ സെൻസ് അല്ലേ? 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ജോർജ് വാഷിങ്ടണിനെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനാക്കി. കണ്ടോ? അപ്പോൾ അവിടെയാണ് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ജോർജ് വാഷിങ്ടൺ എന്ന് എഴുതണം. ഇവിടെ എഴുതിയില്ലേ? പേര് കാണുമ്പോൾ ഇത് ഓർക്കണം ഈ സംഭവം. അതിനാ ഞാൻ ഇതൊക്കെ എഴുതിയിടാൻ പറയുന്നത്. ജോർജ് വാഷിങ്ടണിൻ്റെ പേര് എഴുതിയിടണം. അപ്പോൾ ആ വാഷിങ്ടൺ തന്നെയാണ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് കേട്ടോ. പിന്നുണ്ടല്ലോ 1776 ജൂലൈ 4 അതിലെന്തായിരുന്നു നടന്നത്? അത് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഇവിടെ എഴുതിയില്ലേ? യുദ്ധം അവസാനിക്കുന്നത് ഇവിടെ 1776 ജൂലൈ 4 സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാണ് കോണ്ടിനെൻ്റൽ വന്നിട്ട്. അവിടെയുള്ള പ്രധാനപ്പെട്ട ആൾക്കാരാണ് ജെഫേഴ്സണും ഫ്രാങ്ക്ലിനും, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ഒക്കെ. ഈ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് ശേഷം എന്ത് ചെയ്യുന്നത്? ഭരണഘടന എഴുതി തയ്യാറാക്കുന്നത് കേട്ടോ. ഫ്രാങ്ക്ലിനാണ് തോമസ് മാഡിസൺ അല്ലേ? മാഡിസൺ ആണ് എഴുതി തയ്യാറാക്കുന്നത് ഭരണഘടന. അപ്പോൾ അതൊക്കെ എഴുതിയില്ലേ?
ശരി, ഞാൻ വായിക്കുമ്പോൾ അതൊക്കെ എഴുതണ്ടേ. വൻകര സമ്മേളനത്തിൽ എഴുതിയ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞേ. മൊത്തത്തില് വൻകര സമ്മേളനം 6ാമത്തെ പോയിന്റ്. 1774 അതിൻ്റെ പിന്നെ നേരെ ഫിലാഡൽഫിയ, പിന്നെ ഹൈഫനിട്ട 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. അതിൽ രണ്ടാമത്തെ പോയിൻ്റായിട്ട് മീൻസ് ഈ 6ൽ തന്നെ രണ്ടാമത്തെ പോയിൻ്റായിട്ട് 1775 ജോർജ് ഫിലാഡൽഫിയയിൽ തന്നെ 2ാം കോണ്ടിനെൻ്റൽ സമ്മേളനം ചേരുന്നു. അവിടെ സൈന്യത്തിൻ്റെ തലവനായിട്ട് ജോർജ് വാഷിങ്ടണിനെ തിരഞ്ഞെടുക്കുന്നു. പിന്നെ തോമസ് അല്ലേ, അതായത് തോമസ് എന്തായിരുന്നു അങ്ങേരുടെ പേര്, കോമൺ സെൻസ് എന്ന് പറയുന്ന ലേഖനം പുറപ്പെടുവിച്ച ആള് തോമസ് പെയിൻ. ഈ തോമസ് പെയിൻ്റെ പേര് വേണോ അതിനകത്ത് കേട്ടോ. ഇതിനകത്തും വേണോ? 1775 2ാം കോണ്ടിനെൻ്റൽ സമ്മേളനം കഴിയുമ്പോഴല്ലേ ഈ പുള്ളി പറയുന്നത് കോമൺ സെൻസിനകത്തോടെ ഈ പറഞ്ഞ ഇങ്ങനെ ഇരിക്കേണ്ട ആൾക്കാരല്ല നിങ്ങളെല്ലാം ഇംഗ്ലണ്ടിൽ നിന്ന് പിന്മാറണം എന്ന് പറയുന്നതാണ് ഈ കോമൺ സെൻസ് ലേഖനം കേട്ടോ. അപ്പോൾ അത് അതിലെഴുതണം. നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ എഴുതി അങ്ങ് പോയാൽ മതി. അപ്പോൾ കോമൺ സെൻസിനകത്ത് അങ്ങനെ പറയുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, 1776 അടുത്ത പോയിന്റാണ് 76 ജൂലൈ 4 എന്ത് ചെയ്യുന്നു, സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. അപ്പോൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന് അവിടെ എഴുതണം. അതിനകത്ത് ആരൊക്കെയാണ് പ്രധാനമായിട്ട് ഉള്ള പേരുകൾ? ജെഫേഴ്സൺ ഉണ്ട്, ഫ്രാങ്ക്ലിൻ ഉണ്ട് അല്ലേ. അവരെന്തോ ചെയ്തേ, തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ തയ്യാറാക്കിയതാണ് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം കേട്ടോ. അപ്പോൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയ 2 പേരാണ് ആ പേരുകൾ, അത് ഓർത്ത് വെച്ചോണം. അതിനുശേഷം യുദ്ധം തുടങ്ങി. അത് 2ാം ഇതിൽ തന്നെ യുദ്ധം തുടങ്ങുന്നുണ്ട്. അങ്ങനെ 1781 എന്ത് ചെയ്യുന്നു, ഈ യുദ്ധം അവസാനിക്കുകയാണ് അല്ലേ. എന്നിട്ട് 83 പാരീസ് ഉടമ്പടിയിൽ സ്വാതന്ത്ര്യം ആരംഗീകരിക്കുന്നു, അവിടുത്തെ രാജാവ് അംഗീകരിക്കുന്നു. ആ പാരീസ് ഉടമ്പടിയിൽ ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കി അല്ലേ. ആരായിരുന്നു ഭരണഘടന എഴുതി തയ്യാറാക്കിയത്? ജെയിംസ് മാഡിസൺ. അതൊക്കെ എഴുത് കേട്ടോ. പാരീസ് ഉടമ്പടി, അതിന് നേരെ ഭരണഘടനയ്ക്കകത്ത് ജെയിംസ് മാഡിസണും പിന്നെ അതുപോലെ പ്രസിഡൻ്റ് എന്നുള്ളത് ജോർജ് വാഷിങ്ടണും കേട്ടോ. ഓക്കെ. അതിനുശേഷം അമേരിക്കയിൽ നിലനിരുന്ന വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ ഈ സ്വാതന്ത്ര്യ സമരത്തിന് കഴിഞ്ഞു. പിൽക്കാല ലോക ചരിത്രത്തിൽ ഇത് ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങളും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വന്നു. അപ്പോൾ അത് നോട്ട് ചെയ്തോണം. റിപ്പബ്ലിക്കൻ ഭരണരീതി കേട്ടോ. അടുത്ത 7ാമത്തെ പോയിന്റായിട്ട് അത് എഴുതണ്ടേ കേട്ടോ. 6ലെ പോയിന്റാണ് നമ്മൾ ഇത്രയും പഠിച്ചത്. ഇനി 7ാമത്തെ പോയിന്റിൽ എന്താണ്, ഈ അമേരിക്കൻ സ്വാതന്ത്ര്യത്തിൽ നിന്നും പിന്നീട് നടന്ന ഇതേപോലുള്ള വിപ്ലവങ്ങൾക്ക് സ്വാധീനിച്ച ഘടകങ്ങൾ എന്നും പറഞ്ഞൊരു ഇത് കൊടുക്കാം. എന്താണ് സ്വാധീനിച്ച ഘടകങ്ങൾ? എന്തിനെ സ്വാധീനിച്ചതാ? ഈ അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന് ശേഷം വീണ്ടും വിപ്ലവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ചില കാര്യങ്ങൾ പിന്നീട് നടന്ന വിപ്ലവങ്ങളിൽ സ്വാധീനിച്ചു കേട്ടോ. അപ്പോൾ സ്വാധീനിച്ച കാര്യങ്ങളാണ് എന്താണ്? ഒന്ന് ലക്ഷ്യം കേട്ടോ. പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി. പിന്നെന്താണ്? റിപ്പബ്ലിക്കൻ ഭരണരീതി കേട്ടോ. റിപ്പബ്ലിക്കൻ ഭരണരീതി അത് എഴുതണം. റിപ്പബ്ലിക്കൻ ഭരണരീതി അത് എന്നുള്ള ആശയം കൊണ്ടുവന്നു. പിന്നെ എഴുതപ്പെട്ട ഭരണഘടന കേട്ടോ. എന്താണ് എഴുതപ്പെട്ട ഭരണഘടന. പിന്നെ സംസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം. അപ്പോൾ അതും എഴുതണം. ഇവിടെ ഭരണഘടന എന്നുണ്ടേ, എഴുതപ്പെട്ട ഭരണഘടന. പിന്നെന്താണ്? ഫെഡറൽ
രാഷ്ട്രം. കേട്ടോ? ആ. ഓക്കെ, ഇത്രയും പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം തീരുവാണ്. കണ്ടോ ഞാൻ എഴുതിയത്? ലാസ്റ്റ് ഫെഡറൽ സംവിധാനം എന്ന് എഴുതിയാൽ മതിയില്ലേ? ലാസ്റ്റത്തെ ഫെഡറൽ രാഷ്ട്രം. രാഷ്ട്രം എന്ന് എഴുതിയാൽ മതിയോ? ഓ, ഈ ചെറിയ ചെറിയ പോയിന്റ് എഴുതിയാൽ മതി. ബാക്കി നമ്മൾ വായിച്ചത് നമ്മുടെ മനസ്സിലുണ്ടല്ലോ. എന്താണ് ഫെഡറൽ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ? എന്താണ്? രാജ്യത്തിനും അവിടുത്തെ സംസ്ഥാനങ്ങൾക്കും പൂർണ്ണമായ സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ളതാണ് ഫെഡറൽ രാഷ്ട്രം. കേട്ടോ? ഉണ്ടോ? സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുക എന്നുള്ളതാണ് ഫെഡറൽ രാഷ്ട്രം. കേട്ടോ? ഒരു രാജ്യത്ത് കുറേ സംസ്ഥാനങ്ങളുണ്ടാകുമല്ലോ. കേരളം ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിലെ. അതേപോലെ തമിഴ്നാട് വേറൊരു സംസ്ഥാനമാണ്, കർണാടക വേറൊരു സംസ്ഥാനമാണ് എന്ന് പറയുന്ന പോലെ ഈ സംസ്ഥാനങ്ങൾക്കും അവരുടെ സ്വാതന്ത്ര്യം നൽകുക എന്നുള്ള ആശയമാണ് എന്തോന്ന്? ഫെഡറൽ രാഷ്ട്രം. എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കൈകൊണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടോ എഴുതി തയ്യാറാക്കുന്ന ഭരണഘടനയാണ് എഴുതപ്പെട്ട ഭരണഘടന. അപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കണമെന്നുള്ളത് ഇങ്ങനെ ഒരു വിപ്ലവം നടന്നതിലൂടെ മനസ്സിലായി. പിടികിട്ടിയോ? പിന്നെ റിപ്പബ്ലിക്കൻ എന്ന് പറയുന്നത് റിപ്പബ്ലിക്കൻ ഭരണരീതി എന്നുള്ളൊരു ആശയം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം കൊണ്ടു തന്നതാണ്. അതേപോലെ ലക്ഷ്യം എന്തായിരുന്നു? ലക്ഷ്യബോധം എന്തായിരുന്നു? എല്ലാ സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനം നൽകുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഈ വിപ്ലവത്തിന് ഉണ്ടായിരുന്നു. ക്ലിയർ ആണോ? അപ്പോൾ 7 പോയിന്റ്സ് പഠിക്കുമ്പോഴത്തേക്കും എന്തായി? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമായി. ഓക്കെ ആണോ? ഇനി ഒന്ന് പറഞ്ഞേ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ കാര്യങ്ങളൊക്കെ. ആദ്യം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്താണെന്ന് അറിയാമല്ലോ. അമേരിക്ക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആര് വന്നതാണ്? യൂറോപ്യൻകാർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാരണം. പിടികിട്ടിയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവർ വന്നിവിടെ പ്രശ്നം ഉണ്ടാക്കിയല്ലോ. ഈ പ്രശ്നം ഉണ്ടാക്കിയത് എന്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയേ? ഇവരെന്തിനാ ഇങ്ങോട്ട് വന്നത്? അവിടുത്തെ ഇവിടെ അമേരിക്കയില് കോളനികൾ അങ്ങനെ ഉദ്ദേശത്തിലല്ല ആദ്യം അവർ വന്നത്. ആദ്യം ഒരാൾ വന്നായിരുന്നു. അതാരാ? ഈ അമേരിക്ക കണ്ടുപിടിച്ച ഒരാളുണ്ട്. ക്രിസ്റ്റഫർ കൊളംബസ്. കൊളംബസ് വന്നു അല്ലേ? ഒരു കപ്പലിൽ കയറി അയാൾ 1492 എന്ത് ചെയ്തു? ഈ അമേരിക്കയിലേക്ക് വന്നു അല്ലേ? പക്ഷെ അങ്ങേർക്ക് അറിയാമായിരുന്നോ അത് അമേരിക്ക ആയിരുന്നെന്ന്? അല്ല, അയാൾ വിചാരിച്ചത് ഇന്ത്യ ആയിരുന്നെന്നായിരുന്നു. അതുകൊണ്ട് അയാൾ ഇന്ത്യക്കാരെന്ന് വിളിച്ചു. പിന്നീടാണ് മനസ്സിലായത് ഇത് ഇന്ത്യക്കാരല്ല, അമേരിക്കക്കാരാണെന്നുള്ളത്. അതുകൊണ്ട് അവരെ എന്തെന്ന് വിളിച്ചു? റെഡ് ഇന്ത്യക്കാരെന്ന് വിളിച്ചു. അതിനുശേഷമാണ് ഏത് കപ്പലിൽ ആര് വരുന്നു? കുറേ യൂറോപ്യൻകാർ വരുന്നത് അല്ലേ? പോയോ? ഹലോ, പറ. യൂറോപ്യക്കാർ വന്ന് അവിടുത്തെ വിഭവങ്ങൾ കൈയടക്കുകയും കപ്പലിലാ വന്നേ? അവര് കപ്പലിന്റെ പേര് കുഞ്ഞ് ഞാൻ എഴുതിയപ്പോ നീ എഴുതാഞ്ഞ എന്തേ? എഴുതി വായിക്കിട്ടില്ല. മേഫ്ലവർ അല്ലേ? മേഫ്ലവർ ആണോ മാഫ്ലവർ ആയിരുന്നോ? മേൽഫ്ലവർ ഇവിടെ കണ്ടുണ്ടായിരുന്നില്ല ഒരു മേഫ്ലവർ ഉണ്ടോ? ഫ്ലവറിന്റെ ഫ്രണ്ടിൽ മേ ചേർത്താൽ മതി. മേഫ്ലവർ കേട്ടോ? ആ കപ്പലിന്റെ ഫ്രണ്ടിൽ ഒരു പൂവൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഫ്ലവർ കേട്ടോ? ഫ്ലവർ. മേഫ്ലവർ എന്ന് പറയുന്ന കപ്പലിൽ കയറി കുറെ യൂറോപ്യൻകാർ വന്നു. എന്തിനു വന്നായിരുന്നു? അവിടുത്തെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് ഓടി രക്ഷപ്പെടുവരുന്നവർ അല്ലേ? അങ്ങനെ ഇവർ എവിടെ വന്നു? ഈ പറയുന്ന അമേരിക്കയിൽ വന്നു. അതിനുശേഷം എന്തായിരുന്നു അവർ ചെയ്തത്? അന്നേരം തൊട്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇവർ വന്നിട്ട് എന്ത് ചെയ്തു? ഈ അമേരിക്കയിൽ കുറച്ച് ആൾക്കാരില്ലായിരുന്നോ, റെഡ് ഇന്ത്യൻസ് അല്ലേ? അവരുടെ സ്ഥലങ്ങളൊക്കെ ഇവർ എന്താക്കി? കോളനികളാക്കി തിരിച്ചു അല്ലേ? ഇവരുടെ സൗകര്യത്തിന് വേണ്ടി കോളനികളാക്കി തിരിച്ചു. എന്നിട്ട് ഇവർ കുറേ നിയമങ്ങൾ അവിടെ കൊണ്ടുവരുന്നു. അന്നേരത്തേക്ക് ഈ റെഡ് ഇന്ത്യൻസിലെ കുറേ ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? ഓടിപ്പോകുന്നു അല്ലേ? കുറച്ച് പേര് അവിടെ തന്നെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർ അവിടെയുണ്ട്. അപ്പോഴാണ് ഇവരുടെ നിയമങ്ങളും ഇവരുടെ തനി സ്വരൂപവും ഒക്കെ എടുക്കാൻ തുടങ്ങി. അതായത്
ഇവരിവിടെ വരുന്നു, കോളനികൾ സ്ഥാപിക്കുന്നു. കോളനികൾ സ്ഥാപിച്ചിട്ട് ഇവരുടേതായിട്ടുള്ള കുറച്ച് നിയമങ്ങൾ കൊണ്ടുവരുന്നു അല്ലേ? ആ നിയമങ്ങൾ കൊണ്ടുവരുന്നു. അതിനെ എന്തോന്ന് വിളിച്ചേ? മറക്കുന്നില്ല. മെർക്കൻഡലിസം അല്ലേ? ആ ആ മെർക്കൻഡലിസം നിയമങ്ങൾ കൊണ്ടുവരുന്നു. ആ നിയമത്തിനകത്ത് എന്തുവാ പറഞ്ഞേ? അത് ഇവരുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും കപ്പല് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. അങ്ങനെ കയറ്റി അയക്കുന്നത് ഒന്നെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ കപ്പലിലായിരിക്കണം, അല്ലെങ്കിൽ ഇവരുണ്ടാക്കുന്ന കപ്പലിലായിരിക്കണം. ആ അങ്ങനെ കൊണ്ടുപോകുന്നു അല്ലേ? പിന്നെന്താ പറഞ്ഞേ? അല്ല ഇനി തിരിച്ച് സാധനം ഇങ്ങോട്ട് കൊണ്ടുവരുവാണെങ്കിൽ ഇവിടെ ഇറക്കുമ്പോൾ ചുങ്കം കൊടുക്കണം. നൽകണോ? പിന്നെ പറഞ്ഞ എന്തുവാ? ഇവരുടെ സ്റ്റാമ്പ് ഇംഗ്ലണ്ടിന് എന്തോ പ്രധാന പ്രധാനപ്പെട്ട എല്ലാ ഡോക്യുമെന്റുകളിലും ഇവരുടെ മുദ്രകൾ പതിക്കണം. ഉം. പിന്നെ അതുപോലെ ഇവരുടെ സൈന്യത്തിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും കൊടുക്കണം അല്ലേ? ഇങ്ങനെ ഈ നിയമം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇവരെന്ത് പതുക്കെ പതുക്കെ ചുങ്കമൊക്കെ കൂട്ടാൻ തുടങ്ങി. അങ്ങനെ തേയിലയ്ക്കകത്ത് ചുങ്കം കൂട്ടി. ശരിയല്ലേ? അങ്ങനെ കൂട്ടിയപ്പോഴാണ് ബോസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കുറച്ച് ആൾക്കാർ ഈ റെഡ് ഇന്ത്യൻസിൻ്റെ വേഷം ധരിച്ചിട്ട്, ആ വർഷം എന്നായിരുന്നു? 1773 ഡിസംബർ 15. അന്ന് രാത്രിയിൽ ഇവരുടെ കപ്പലിൽ കുറച്ച് തേയില ഇരിപ്പുണ്ടായിരുന്നു അല്ലേ? ആ തേയില എല്ലാം പറക്കി എന്ത് ചെയ്തു? കടലിലെറിഞ്ഞു. അതിനെയാണ് എന്തെന്ന് വിളിച്ചേ? ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് വിളിച്ചത്. അപ്പോൾ അതിനുശേഷം പിന്നെന്താ നടന്നേ? നവോത്ഥാന പിതാക്കൾ. അപ്പോൾ ഇങ്ങനെ ഇവിടുത്തെ ആൾക്കാരിങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുമല്ലേ? അപ്പോഴാണ് എല്ലാ ഈ പറയുന്ന വിപ്ലവങ്ങളിലും ആരുണ്ടാവും? ചില നവോത്ഥാന നായകന്മാരുണ്ടാവും. ശരിയല്ലേ? എന്ന് വെച്ചാൽ ഈ കഷ്ടപ്പാടുകളിൽ നിന്നും ഇവിടെയുള്ള ആൾക്കാർക്ക് മോചനം ലഭിക്കാൻ സഹായിക്കുന്ന, അത് കഥകളിലൂടെയും അല്ലേ, ലേഖനങ്ങളിലൂടെയും പാട്ടുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും അല്ലേ, അങ്ങനെ എന്തും ഓക്കെ, അങ്ങനെ അവിടുത്തെ ആൾക്കാർക്ക് എന്ത് നൽകുകയാണ്? പ്രചോദനം നൽകുകയാണ്. അങ്ങനെയുള്ള രണ്ട് നവോത്ഥാന നായകന്മാർ എവിടെ ഉണ്ടായിരുന്നു? അമേരിക്കയിൽ. ആരൊക്കെയായിരുന്നു? ജോൺ ലോക്കും തോമസ് പെയിനും. അവരെന്തൊക്കെയാ പറഞ്ഞേ? നിങ്ങളാരുടെ അടിമയല്ല, അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ അടിമകളാക്കി വെക്കുന്ന ഗവൺമെൻറ്റിന് നല്ലതല്ല അല്ലേ? പിന്നെ അതേപോലെ കീഴടക്കി വെക്കുക എന്നുള്ളത് യുക്തിപരമായിട്ടുള്ളൊരു രീതിയല്ല അല്ലേ? മൗലിക അവകാശങ്ങൾ ലംഘിക്കാൻ പാടില്ല എന്നും അല്ലേ, ഒരു ഗവൺമെൻറ്റിന് അവകാശമില്ല എന്നൊക്കെയാണ് ആദ്യത്തെ ആൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുക. അതിനുശേഷമാണ് ഇവിടെയുള്ള ആൾക്കാർക്ക് ബോധം വരുന്നു, എന്ത് ചെയ്യണം? തിരിച്ച് പ്രതികരിക്കണം. ശരിയല്ലേ? അങ്ങനെ അവർ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ആദ്യം കുറച്ച് പേര് കൂടുന്നു. അങ്ങനെ കൂടി 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 ഒത്തിരി ആൾക്കാരാകുന്നു. അങ്ങനെയാണ് അതിനെ എന്തെന്ന് വിളിക്കാൻ തുടങ്ങിയത്? വൻകര സമ്മേളിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയത്. അങ്ങനെ ഒന്നാം കോണ്ടിനെൻ്റൽ സമ്മേളനം നടക്കുന്നു. അവിടെ എന്താണ്? ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. രാജാവിൻ്റെ അടുക്ക, ഈ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ അടുക്ക പോയി പറയുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വാതന്ത്ര്യം തിരിച്ചു തരണമെന്ന് പറയുന്നു. അയാൾ പറയുന്നു പറ്റത്തില്ല എന്ന് പറയുന്നു അല്ലേ? അവരെ അടിക്കാൻ വേണ്ടിയിട്ട് സൈന്യത്തെ ഏർപ്പാടാക്കുന്നു. ഓക്കെ, അപ്പോൾ വീണ്ടും ഇവരെന്ത് ചെയ്യുന്നു? വീണ്ടും രണ്ടാം കോണ്ടിനെൻ്റൽ സമ്മേളനം നടത്തുന്നു അല്ലേ? ആ സമ്മേളനത്തിലാണ് ഇവർ ഒരു സൈന്യം ഉണ്ടാക്കിയിട്ട് ആ സൈന്യത്തിൻ്റെ മേധാവിയായിട്ട് ആരെ പ്രഖ്യാപിക്കുന്നത്? ജോർജ് വാഷിങ്ടൺ. ശരിയല്ലേ? ഇനി അവിടെ വേറെ പ്രത്യേകം പോയിന്റ് ഉണ്ടോ രണ്ടാം കോണ്ടിനെൻ്റിൽ? ഇല്ല. അതിനുശേഷമാണ് അവർ വീണ്ടും ഒരു സമ്മേളനം കൂടിയിട്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ്. ആ സ്വാതന്ത്ര്യം പ്രഖ്യാപനം നടത്തുന്നത് അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയതൊക്കെ ആരാ? ജെയിംസ് മാഡിസണും ജെയിംസ് മാഡിസൺ അല്ലല്ലോ. അല്ല, ജെയ്ഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണോ? ഓ, പേരൊക്കെ പഠിച്ചു നോക്കണം കേട്ടോ. ഞാൻ പേരൊന്നും നോക്കാം. ഓക്കെ, അത് കുറേ വട്ടം വായിക്കുമ്പോൾ ആ പേരൊക്കെ അങ്ങ് വഴങ്ങും. പേര് വേണ്ടതുണ്ട്, വായിക്കുന്നത് ഞാൻ വായിച്ചു തരാം. തീരുന്നു. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ കേട്ടോ. അങ്ങനെ രണ്ടുപേരാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നത്. അതിനുശേഷം വീണ്ടും ഇവർ സമ്മേളിക്കുന്നു. അപ്പോൾ ഈ സ്വാതന്ത്ര്യ സമരം പ്രഖ്യാപിക്കുമ്പം വീണ്ടും അടി നടക്കുമല്ലോ. അപ്പോൾ പരമാവധി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇവർ വീണ്ടും എന്ത് പ്രഖ്യാപിക്കുകയാണ്?
യുദ്ധം അവസാനിക്കുകയാണ്. ആ, അവസാനം ആ. അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടന്ന് ലാസ്റ്റ് ഇംഗ്ലണ്ടുകാർ മടുത്തതിന് ശേഷം യുദ്ധം അവസാനിപ്പിക്കുന്നു അല്ലേ? അത് ആ വർഷം ഏതാ? 1783 81 യുദ്ധ 81-ല് 81 യുദ്ധം അവസാനിക്കുന്നത്. ഇതാവുന്നല്ലേ ഏ യുദ്ധമല്ല. 81 യുദ്ധം അവസാനിക്കുകയും 1783 പാരീസ് ഉടമ്പടി നടത്തുകയും ചെയ്യുക ആ, അല്ലേ? അങ്ങനല്ലേ എഴുതിയേ? ഞാൻ അങ്ങനെയായിരുന്നല്ലോ എഴുതിയേ. അത് ആ ഓർമ്മ വെച്ചാൽ ഞാൻ പറഞ്ഞു. യുദ്ധം അവസാനിക്കുന്നു ഉണ്ടോ? ആ. ഞാൻ യുദ്ധം തുടങ്ങുന്നത്. യുദ്ധം അവസാനിക്കുന്നു എന്നെഴുതണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. ആ, യുദ്ധം എഴുതി. അവസാനിക്കുമ്പോൾ അവിടെ എന്തോ തയ്യാറാക്കും. അതിൻ്റെ ഇപ്പുറത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. യുദ്ധം ഓ. അവസാനിക്കുന്നു. യുദ്ധം അവസാനിക്കുന്നു. അതിനുശേഷം 83 പാരീസ് ഉടമ്പടി നടത്തുന്നു അല്ലേ? ഈ ആ, ഉടമ്പടിയിൽ വെച്ചിട്ടാണ് ഭരണഘടന പറയുന്നത്. ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാ? ജെയിംസ് മാഡിസൺ. ജെയിംസ് മാഡിസൺ എഴുതിയ ഭരണഘടന എഴുതി തയ്യാറാക്കുന്നു. ആ ഭരണഘടന പ്രകാരം എന്ത് ചെയ്യുകയാണ്? ആ സ്വാതന്ത്ര്യത്തിന് പൂർണ്ണത കൈവരിക്കുകയാണ്. പിന്നെ ആ ഭരണഘടന പ്രകാരമാണ് അമേരിക്കയിലുള്ള ഓരോ കാര്യങ്ങളും നടന്നത് അല്ലേ? ആ ഭരണഘടനയിൽ എന്തുവാ പറഞ്ഞേ? അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതിക്ക് മോശം വരുത്തുന്ന, അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്ക് അല്ലെങ്കിൽ സ്വാതന്ത്ര്യങ്ങളെ ഹനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഭരണ സംവിധാനം നിലവിൽ വന്നാൽ ആ ഭരണ സംവിധാനത്തെ ഒന്നെങ്കിൽ ഒഴിവാക്കണം അല്ലെങ്കിൽ ഇല്ലാതാക്കണം കേട്ടോ. അതായിരുന്നു ആ അവകാശം. ആരിൽ തന്നെയാണെന്നാണ് പറഞ്ഞേ ഭരണഘടന? ജനങ്ങൾക്ക് കേട്ടോ. അത്രയും കാര്യങ്ങൾ അതിൽ ഓർത്തിരിക്കണം. അതിനുശേഷം എന്ത് ചെയ്തേ? പിന്നെ നമ്മൾ പറഞ്ഞത് ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം കാരണം പിന്നീടുണ്ടായ സമരങ്ങൾക്കെല്ലാം അതൊരു പ്രചോദനം, ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അതിനെ സ്വാധീനിച്ചു. ആ സ്വാധീനിച്ച ഘടകങ്ങളാണ്, ഒന്ന് ഭരണഘടന എഴുതി തയ്യാറാക്കിയ ഭരണഘടനയുണ്ട്, റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അല്ലേ? ഫെഡറൽ രാഷ്ട്രം, അതായത് സംസ്ഥാനങ്ങൾക്കെല്ലാം സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു ഫെഡറൽ രാഷ്ട്രം എന്നുള്ള ആശയമുണ്ട്. അതേപോലെ ഇങ്ങനെയുള്ള എന്തെങ്കിലും മോശപ്പെട്ട അവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ തിരിച്ച് പ്രതികരിക്കണം എന്നുള്ള ഒരു ലക്ഷ്യബോധവും ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിന് ആര് സഹായിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം സഹായിക്കുന്നു. കണ്ടോ? തീർന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ. നീ പോയിന്റുകൾ എന്നും ഇങ്ങനെ ഇരുന്ന് വായിച്ചാൽ മതി. ഇതുപോലെ വേണം എന്ത് ചെയ്യാൻ. ഇനി ഇത്രയും ഭാഗം നോക്കുകയേ വേണ്ട. ഇനി അടുത്ത ഫ്രഞ്ച് വിപ്ലവം തൊട്ട് താഴോട്ട് വായിച്ച് പോയാൽ മതി. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പഠിച്ചോ? അങ്ങനെയാണെങ്കിൽ നാളെ, ഇപ്പോൾ ഇന്നും മറ്റുള്ളവർ കയറാഞ്ഞുകൊണ്ട് നാളെ ആരെങ്കിലും കയറുമ്പോൾ അവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം? പറഞ്ഞു കൊടുക്കണം. ക്ലിയർ ആണോ? ഓക്കെ, ഇത്രയുള്ള സംഭവം. അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്ത വീഡിയോ ഒന്നിട്ടേക്കാം. അപ്പോൾ അതിനകത്ത് വീണ്ടും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. ഇനി ഒരു വട്ടം എന്ത് ചെയ്തേക്കണം? ഇതൊന്ന് വായിക്കണം കേട്ടോ. എന്താണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം തൊട്ട് താഴോട്ട് ഒരു വട്ടം വായിച്ചാൽ മതി. പിന്നെ 10ാം ക്ലാസ് ഈ പുസ്തകം മീൻസ് അത്രയും ഭാഗം വായിക്കുകയേ വേണ്ട കേട്ടോ. കാരണം നമ്മൾ അതിൽ നിന്ന് പ്രധാനപ്പെട്ട വർഷങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ട്, വ്യക്തികളുടെ പേര് എഴുതിയെടുത്തിട്ടുണ്ട്, സംഭവങ്ങൾ എടുത്തിട്ടുണ്ട് അല്ലേ? അതെല്ലാം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് ഓർത്താൽ മാത്രം മതി കേട്ടോ. അതേപോലെ വേണം ഫ്രഞ്ച് വിപ്ലവം എഴുതാൻ. കണ്ടോ? ലൂയി 14 ലൂയി 15 മേരി ആൻറ്റോയിനറ്റ്. അപ്പോൾ ആരാണ് ലൂയി 14? ഞാനാണ് രാഷ്ട്രം. രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞ ഒരു രാജാവായിരുന്നു ലൂയി 14. ലൂയി 15 എന്താണ് പറഞ്ഞത്? എനിക്ക് ശേഷം പ്രളയം എന്നാണ് അങ്ങേര് പറഞ്ഞത്. മേരി ആൻറ്റോയിനറ്റ്, നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്ന് ചോദിച്ച ഒരു ഇപ്പം രാജാവിന് റാണിയോ രാജ്ഞിയോ വല്ലതും ആയിരിക്കും അവർ. ലൂയി 15 ഭാര്യയോ? ലൂയി 15 ഭാര്യയാണോ? പോയോ? ഹലോ? ലൂയി 15 ഭാര്യയാണെങ്കിൽ അവർ റാണിയല്ലേ, രാജാവിൻ്റെ റാണി എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ,
അപ്പോൾ വേഴ്സായി കൊട്ടാരം, അതൊക്കെ അവിടെ ഉള്ള കുറേ ഹിൻഡുകളാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോ പോയിന്റുകളാക്കി എഴുതുക. പിന്നെ അവർ 17, 18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിൻ്റെ, അപ്പം ഈ 18-ാം നൂറ്റാണ്ടിലാണ് എന്ത് നടന്നതെന്നാണ് പറഞ്ഞേ? ഇല്ലങ്ങേര് മുദ്രാവാക്യം മുഴക്കിയ കാര്യമൊക്കെ ഇല്ലേ, പ്രാതിനിധ്യം ഇല്ലാതെ നികുതി ഇല്ല എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കി. അപ്പോൾ അത് 18-ാം നൂറ്റാണ്ടിലാണ് ആ സംഭവം നടന്നത്. അതേ സമയത്ത് എവിടെയും അടി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫ്രാൻസിലും നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ദാണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, പോയിന്റ്സ്. 3-ാം എസ്റ്റേറ്റ് മുന്നേറുന്നു കണ്ടോ, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പോയിന്റ്സ് തയ്യാറാക്കണം. പിന്നെന്തായാലും അമേരിക്കൻ ഇതേപോലെ തയ്യാറാക്കി എഴുതുക. അതുപോലെ നാളെ ഫ്രഞ്ച് റെഡിയാക്കണം, ചൈനീസ് റെഡിയാക്കണം, റഷ്യൻ റെഡിയാക്കണം കേട്ടോ. ഇതിങ്ങനെ ജസ്റ്റ് വായിച്ച് ഇത്തരം ഞാൻ ഈ ചെയ്ത പോലെ പോയിന്റ്സുകൾ എഴുതിയാൽ ആ ഒരു ചാപ്റ്റർ തീരുമല്ലേ. അതെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ മോഡൽ മനസ്സിലായോ? അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കാം കേട്ടോ. ശരി.